നമസ്കാരം. എൻ്റെ പേര് അശ്വതിയാണ്, അശ്വതി ചന്ദ്രൻ. ഞാൻ ടാവിഷ് ലയോറ സെൻട്രൽ സ്കൂളിലെ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ജഗന്നാഥ് കൃഷ്ണൻ്റെ അമ്മയാണ്. സോ ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ്. അവനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ സ്കൂളിൽ. ഹീസ് ജസ്റ്റ് 3 years old. എനിക്ക് ടാവിഷ് ലയോറയെ പറ്റി ഫസ്റ്റ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ നൈബർ തന്നെയാണ്, അതായത് ജെനി സാജൻ്റെ പാരൻസിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അവരിൽ നിന്ന് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് ഞാൻ സ്കൂളിനെ പറ്റി അറിയുന്നതും ഞാൻ സ്കൂളിലേക്ക് ചെല്ലുന്നതും. സോ ഫസ്റ്റ് ചെന്ന് എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് എന്നുള്ളത് അത് അവരവിടെ കേൾക്കാനും, എസ്പെഷ്യലി ശാലിനി മാം ആണെങ്കിലും മാം എപ്പോഴും റെഡി ആയിരുന്നു എന്താണ് പറയുന്നത്, ഇപ്പോൾ കുഞ്ഞ് എന്താണ് നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് അറിയാം. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് അക്കാഡമിക്സിന് പുറമെ അവനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് വേണം, കാരണം എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടില്ല കുഞ്ഞ്. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുമ്പോൾ അവന് കംഫർട്ടബിൾ ആയിരിക്കണം, അങ്ങനത്തെ ഒരു ടീച്ചേഴ്സ് വേണം, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വയർമെന്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോകുമ്പോൾ ചിലപ്പം ആദ്യം എനിക്ക് സമയത്തിന് എത്തിക്കാൻ പറ്റില്ല. ചില സ്കൂളുകളിൽ പറയും എനിക്ക് ഇത്ര സമയത്തിന് വരണം, അല്ലെങ്കിൽ അതങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞാണ്, ഞാൻ പയ്യെ ഇതാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട്. തുടക്കത്തിൽ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ മാറിയിട്ടില്ല. പക്ഷേ വിത്തിൻ 1 week ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ഫസ്റ്റ് പങ്കെടുത്തൊരു പറഞ്ഞാൽ അവിടെ നോർത്ത് ഇന്ത്യൻ ഡ്രസ് ഡേ ആണ്. അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് ഇടാനൊക്കെ ഇച്ചിരി വാശിയുള്ള ഒരാളാണ്. ഇവിടുന്ന് വളരെ വാശി പിടിച്ച് പോയിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ അവിടെ ചെന്ന് ആ ക്യാമറയുടെ ഫ്രണ്ടിൽ ഭയങ്കര ഒരു പ്രൊഫഷണൽ പോലെ അവിടെ നിന്ന് പോസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. എനിക്കത് ഭയങ്കര മറ്റുള്ളവർക്ക് അത് വളരെ ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ ആസ് എ പാരന്റ് എനിക്കത് ഭയങ്കര ഒരു റിലീഫ് തരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ അവിടെ കണ്ടത്. കാരണം അവൻ അത്രയും കംഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കുഞ്ഞല്ല. അപ്പോൾ അവൻ അത്രയും അവിടെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഓരോരുത്തരും ടീച്ചേഴ്സ് ആണെങ്കിലും സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണെങ്കിലും അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ ചെയ്തത്. ഹായ്, ഐ എം ശ്രീതു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുന്ന ടാവിഷ് ലയോറ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ഋതികയുടെ മദറാണ്. ഞാൻ മോളെ ഇവിടെ pre-KG മുതൽ ഈ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് അവിടെ പഠിപ്പിച്ചെടുത്തോളം കുഞ്ഞിന് നന്നായിട്ട് മെന്റൽ ഹെൽപ്പും അതുപോലെ തന്നെ ഫിസിക്കലി എല്ലാം അവളെ ഒന്ന് മെച്ചൂർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസിലായാലും ഐ എം ഹാപ്പി. ഈ ഏരിയയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി സ്കൂൾ കമ്പയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൂളിൽ തന്നെ ഇപ്പൊ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡ് ആയിട്ടേ ഉള്ളൂ മോള്. പക്ഷെ അവൾക്ക് കുക്കിംഗ് ക്ലാസ്സും യോഗ, കരാട്ടെ എല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ മോളുടെ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കലി അവളൊന്ന് മെച്ചൂർഡ് ആയിട്ടുണ്ട്. അവരുടെ ബിഹേവിയർ ആണെങ്കിൽ പോലും നല്ല രീതിയിലാണ് പോകുന്നത്. ഹായ്, എന്റെ പേര് പഞ്ചമി. ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആരോണിന്റെ അമ്മയാണ്. ആരോൺ ആക്ച്വലി ഒരു LKG തൊട്ട് ടാവിഷ് ലയോറയിലാണ് പഠിക്കുന്നത്. ആരോണിനെ LKGയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് സ്കൂൾസ് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് റീസെന്റ് റീലൊക്കേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അടുത്തുള്ളവരാണ് പറഞ്ഞത് ഇതുപോലെ, അന്ന് DKN സെൻട്രൽ സ്കൂളാണ്. അപ്പോ നെയ്ബേഴ്സ് ആണ് സജസ്റ്റ് ചെയ്തത് നല്ല സ്കൂളാണെന്ന്. അപ്പൊ ആക്ച്വലി മനസ്സിലുണ്ടായിരുന്നത് കുറച്ച് നാളത്തേക്ക് ആ ഒരു കോവിഡ് ഒരു സിറ്റുവേഷൻ ഒക്കെ മാറുന്നത് വരെ ഈ സ്കൂളിൽ വിട്ടിട്ട് വേറെ ഏതെങ്കിലും കുറച്ചുകൂടി വലിയ സ്കൂൾ, അതാണല്ലോ എല്ലാരും ചിന്തിക്കുന്നത്, അങ്ങനെ ആണ് വിചാരിച്ചിരുന്നത്. പക്ഷെ വൺസ് നമ്മള് ജോയിൻ ചെയ്യിച്ചു, ആ ഒരു ഇയർ കഴിഞ്ഞപ്പോ തന്നെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇയർ ബൈ ഇയർ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ്. ലൈക് DKN ടാവിഷ് ലയോറ ആയ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് കുട്ടികളിലും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള്. പാരന്റ്സ് ആയിട്ട് ഞങ്ങൾ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ആണ് അതെന്ന് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന രുദ്ര രഞ്ജിഷിന്റെ അമ്മയാണ്. ഇവിടെ അവള് pre-KG തൊട്ടാണ് അവിടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലതായിട്ട് ടീച്ചർമാരും എല്ലാരും പറഞ്ഞു കൊടുക്കാനും അവള് സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത് തന്നെ. ഇപ്പൊ തന്നെ എക്സാം കഴിഞ്ഞു, എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ തന്നെ ഇവര് മാം കരാട്ടെ, യോഗ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാനായിരുന്നാലും ഫുൾ ടൈം ഇവിടെ വന്നിരുന്നത് കൊണ്ട് ബുക്കെടുത്ത് ഡ്രോയിങ്ങും തന്നെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ കരയുമായിരുന്നു, ഇപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. Hi, I am Ashwati Sumesh. This is my 4th year here. I am very happy to work here. I learned lot of things from here. ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗ്രൂമിംഗ് ആണ് എല്ലാ ടീച്ചേഴ്സിനും ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു പേടിയില്ലാതെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാനാവും. ആസ് എ ടീച്ചർ ഐ എം വെരി ഹാപ്പി. എന്നു വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റി. ടീച്ചേഴ്സ് ആയാലും
പ്രിൻസിപ്പൽ മാം ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല, പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് ഡാൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്ന ശേഷം എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. This is my first year in this school as a teacher. I am really comfortable in this school because എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് എന്തിനാണെങ്കിലും സപ്പോർട്ടാണ് കൂടെ. പിന്നെ പ്രിൻസിപ്പൽ മാം ആയിക്കോട്ടെ, ആ ഒരു കംഫർട്ടബിൾ സോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും ഈ സ്കൂളിൽ. പിന്നെ എൻ്റെ മോൻ ഇവിടെ pre-KG മുതൽ ഇവിടെയാണ് പഠിക്കുന്നത്. അവന് ഏറ്റവും കൂടുതൽ വരാനായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ സ്കൂളാണ്. Hi, good evening all. I am Jayalakshmi and I am working here from last 5 years and this is my 5th year. And as a teacher, I learned lot of things here. And it is a very good school according to me. Here staff and the management and everything is very good and they are very supporting to all the teachers. And I wish the Tavish Leora school will get into a higher and higher position. എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. എനിക്ക് ഐ എം 100% ഹാപ്പി വിത്ത് താവിഷ് ലയോറ സെൻട്രൽ സ്കൂൾ. ആൻഡ് അവരുടെ പൊട്ടൻഷ്യലിൽ ഇതല്ല എത്തേണ്ടത്, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ വളരെയധികം നിറഞ്ഞ മനസ്സോടുകൂടി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഒരു സേഫ് ആയിട്ടുള്ള ഹാൻഡിൽ എങ്ങനെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു അതുപോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വാക്കുകളില്ല എനിക്ക് പറയാൻ ഈ സ്കൂളിനെ കുറിച്ച്. താങ്ക് യു സോ മച്ച് ഫ്രം താവിഷ് ലിയോറ സെൻട്രൽ സ്കൂൾ. ബിക്കോസ് ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ അത്രയും ആഗ്രഹിക്കുന്നു ഇതൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് അങ്ങനെ നിൽക്കാതെ തീർച്ചയായും +1 +2 ആ ഒരു ലെവലിലോട്ട് ഈ സ്കൂൾ വളരണം. തീർച്ചയായും വളരും, കാരണം അത്രയും എഫേർട്ടാണ് ശാലിനി മാം എടുക്കുന്നത്. അത് മാത്രമല്ല ആ ഹോൾ ടീം എടുക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ഗ്രോത്തിൽ എത്തണം. അവിടെ തന്നെ എനിക്ക് അവരെ പഠിപ്പിക്കാനും പറ്റണം എന്നുള്ളതാണ് എന്റെ വിഷ്. ഓൾ ദി ബെസ്റ്റ്.